എന്താ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. എന്താ അതാ ഞാൻ പറഞ്ഞത്, ഇത് ഓട്ടടയ്ക്കണം, എന്തിനു ചെയ്യാൻ പറ്റും? എടാ അപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്, അങ്ങോട്ട് പോകും. ഇത് ഓട്ടടയ്ക്കണം, എന്തിനു ഇവിടെ ചെയ്യാൻ പറ്റും? എന്തിട്ടാലും എടുത്തോണ്ട് പോക്കോണം. ഇട്ട സാധനം കയ്യിലെടുത്ത്. എടാ നീ ഇവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനല്ലോ. എന്താ എന്താ കോർക്കെല്ലാം കിട്ടി അടച്ചു വെക്ക്. നിനക്കത് വയറിളക്കമാണെന്ന് തോന്നുന്നു. അതെന്തേലും വെച്ച് അടയ്ക്കണം കൂട്ടാ. പൈപ്പ് എന്തേലും ഉണ്ടോ? മാഡം അവൻ നമ്മുടെ കൂട്ടത്തിലെ അല്ല. എടാ ആ ഇട്ട സാധനം കൊണ്ടൊക്കെ കഴുകാതെ പാൻറ് നേരെ പാൻറ് ഇട്ടിട്ട് വന്നേക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂട്ടത്തിൽ കൊണ്ടെടുക്കുന്നത്. അയ്യേ ഞാൻ ഇല്ല. വേറെ വണ്ടി പൊക്കോണം. കഴുകാതെ പാൻറ് ഇട്ടേക്കുന്നത്. ഇത് വേറെന്തോ ആണ്. അന്യമരുന്ന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചുറ്റുന്നുണ്ടല്ലോ. ഇതേ അത്തറന്ന് സൂപ്പർ ഇഷ്ടപ്പെട്ട അത്തറ, സ്പെഷ്യലി ഹാൻഡ് മെയ്ഡ്. ഒരു നാണം ഇല്ലാണ്ട് പ്ലാസ്റ്റിക് സർജറിക്കൊന്നും എന്നാ ഇവിടെ സ്ത്രീകള് നിക്കുവാ, അതിനുള്ള മാന്യതയിലും. സംഭവം കൂട്ടട്ടാ, മുതുക്ക് പോയപ്പോ അവിടെ ടോയ്ലറ്റ് ആണ്. മൂപ്പരൊക്കെ പൈസ കൊടുക്കാതെ ടോയ്ലറ്റിൽ പോണം. അതാണ് അറുപിസ്കരാ. നിനക്ക് ടോയ്ലറ്റ് ഞാൻ കാണിച്ചു തരൂലായിരുന്നു. അതിന് നീ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. എന്തൊക്കെയായിരുന്നു ഹോസ്പിറ്റലിൽ പീഡി കേസ്. വീഡിയോ വെച്ചിട്ട് കുട്ടേട്ട, ഞാനിതാ പറഞ്ഞ കുട്ടേട്ട, ഇവൻ എന്തെങ്കിലും വെച്ച് അടക്കണത്. ഇതിങ്ങനല്ല, കാറിലൊക്കെ പോകുമ്പോണ്ട് വിടും പടച്ചോനെ, എക്സോസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരും. അനുഭവം കൊണ്ടാ മാഡം. ഞാൻ പറയാം എന്റെ പൊന്നു കുട്ടേട്ടാ, കസ്റ്റംസ് വരെ മറ്റേ ഇതാണ് അറിയോ, പോയിട്ട് കസ്റ്റംസിൽ കൊടുത്തരാ, മറ്റേ ഗസറ്റി കൊടുത്ത് പേര് മാറ്റണം, മലവീരൻ കേട്ടോ. ഇന്നലെ ഞാൻ അറിയാതെ ഇവനെ എന്റെ വണ്ടി പിടിച്ച് കയറ്റി നോക്കിയപ്പോ വണ്ടി ഇടുന്ന പോലെ ഇവൻ ഇട്ടോണ്ടിരിക്കുന്നേ. പോലെ ഇത് ഇങ്ങനെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ആരില്ല. നീ 9 ലാബ് വരണം, ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. മറ്റേ പ്ലാസ്റ്റിക് ഒരിക്കൽ ഒലിക്കേണ്ടി വരും. വരുമ്പോ ഒരു കോർക്കും എടുത്ത് വരണം. കോർക്കും എല്ലാം കിട്ടും, അടച്ചു വെക്കായിരുന്നു. അത് ഊരി പോവും ചിലപ്പോ, അത്രയും പവറുള്ള സാധനം വരുന്നുണ്ട്. നമുക്ക് വെൽഡ് ചെയ്ത് വെച്ചാലേ. ഇവന് എന്തോ പ്രശ്നമോ, നേരത്തെ ചെവി കേൾക്കൂലായിരുന്നു. നീ പ്ലാസ്റ്റിക് സർജറി തന്നെയല്ലേ ചെയ്ത്? അത് ഞാൻ അവിടെ ഞാൻ കീറി വിട്ടു. ചെയ്ത ഭാഗം മാറിപ്പോയി. മറ്റേത് കീറിപ്പോയടാ. നീ ഇപ്പൊ അവനും തുല്യ ദുഃഖിതരാ, രണ്ടിനും സമാനമില്ല. ഇനിയിപ്പോ വർക്ക് ചെയ്യാനും പറ്റൂലല്ലോ. എന്താന്നറിയില്ല, അവിടെ അങ്ങനെ കീറിയപ്പോ തുന്നല് ചെയ്തു, തുന്നലും പൊട്ടിക്കാണ്ട് വരുന്നത്. എടാ നീ വല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം, അതുപോലെ പോയാ മതി കേട്ടോ. ഇങ്ങനെ നടന്നാ മതിയേ. കണ്ടോ? അല്ലല്ല പിടിച്ചു നിർത്താനുള്ള ട്രിക്കാണിത്.